വേവ്സ്. വേവ്സിൽ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. സോ ആദ്യമേ നമുക്ക് എന്താണ് വേവ്സ് എന്ന് പറയാം. എന്താണ് വേവ് എന്ന് പറയുന്നത്? വേവ് ഈസ് ദി പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ് ദാറ്റ് ക്യാരീസ് എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അതാണ് ഡെഫിനിഷൻ. പഠിക്കാൻ നിങ്ങൾ കേട്ടോ. അപ്പോൾ എന്താണ് വേവ്? ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻ ആണ്. അങ്ങനെ ഡിസ്റ്റർബൻസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടെ എന്തുണ്ടാവും? എനർജി ട്രാൻസ്ഫർ നടക്കാം. പക്ഷേ മാറ്ററിന്റെ ട്രാൻസ്ഫർ നടക്കത്തില്ല. മാസ് അവിടെ എന്തുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. അതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഈ വേവ്സിനെ നമുക്ക് മെയിൻലി റിക്വയർമെന്റ് ഓഫ് മീഡിയത്തിനനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെക്കാനിക്കൽ വേവും, രണ്ടാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഒരു വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ മീഡിയം അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ വേവ്സിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്സ്. മീഡിയം മസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്സ്. ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്. സൗണ്ടിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം മസ്റ്റ് ആണ്. വാക്വത്തില് സൗണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. വേറാഴ്ച പോയി കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കാൻ പറ്റത്തില്ല. സൗണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മീഡിയം മസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, മീഡിയം റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ആ വേവ്സിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീസ്മിക് വേവ്സ്, അതും ഒരു മെക്കാനിക്കൽ വേവ് തന്നെയാണ്. ഇനി മീഡിയം അത്യാവശ്യമില്ലാത്ത വേവ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഫോർ എക്സാമ്പിൾ ലൈറ്റ് വേവ്സ്. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ മീഡിയം വേണ്ട. വാക്വത്തിലും എന്ത് ചെയ്യാം? ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റും. UV വേവ്സ് ഒക്കെ ഈ പറയുന്ന പോലെ എന്താണ്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇതാണ് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി വേവ്സിനെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ പ്രൊപ്പഗേഷൻ ആൻഡ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. നമുക്ക് വേവ്സിനെ ട്രാൻസ്വേഴ്സ് ആയിട്ടും ലോജിറ്റുള്ള വേവ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. വേവ്സിന്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്വേഴ്സീവും അതുപോലെ ലോജിറ്റ്യൂഡൽ വേവും. ഇത് എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാൽ വേവ്സ് എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതും അതുപോലെ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ആംഗിൾ, അതിന്റെ ബേസിലാണ് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ട്രാൻസ്വേഴ്സീവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് ട്രാൻസ്വേഴ്സീവ്. അപ്പൊ ട്രാൻസ്വേഴ്സിന്റെ കേസിൽ ഫോർ എക്സാമ്പിൾ ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്, അങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ വേവ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് നോർമൽ ആയിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേവിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സീവ്. ഓക്കെ. സോ വേവ് ട്രാവൽ ചെയ്തത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അങ്ങോട്ടേക്ക് ഈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിന് നോർമൽ ആയിട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ എന്ത് ചെയ്യണം? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണം. സോ ഇങ്ങനെ പാർട്ടിക്കിൾസ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേവിനെ പറയുന്നത് ട്രാൻസ്വേഴ്സീവ്. അപ്പൊ അതിന്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കാം. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ വേവിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേവാണ് ട്രാൻസ്വേഴ്സീവ്. ക്ലിയർ? നൗ അപ്പോൾ അതില് ഈ ഒരു പോർഷനെ ക്രസ്റ്റ് എന്ന് പറയും, ഇതിനെന്ത് പറയും? ട്രഫ് എന്ന് പറയും. അപ്പൊ ക്രസ്റ്റും ട്രഫ് ഇതിന്റെ പ്രോപ്പർട്ടിയാണ്, ട്രാൻസ്വേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ക്രസ്റ്റും ട്രഫ്. ഓക്കെ. ദെൻ അടുത്തത് ഈ ട്രാൻസ്വേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? പോളറൈസ് ചെയ്യാൻ പറ്റും. എന്താണ് പോളറൈസേഷൻ? നമുക്ക് പിന്നെ അടുത്ത കൊല്ലം പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. ജസ്റ്റ് അറിഞ്ഞു വെക്കാം. ട്രാൻസ്വേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളറൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി പോളറൈസ്ഡ്. ഓക്കെ. അതുപോലെ ട്രാൻസ്വേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ലൈറ്റ് വേവ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതുപോലെ ഒരു സ്ട്രിംഗ് ഞാൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് കൊടയാണ്. എന്താ പറ്റുക? ഒരു വേവ് അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ആ സമയത്ത് ആ സ്ട്രിംഗിലെ പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം? മേളിലേക്ക് താഴത്തേക്ക് വൈബ്രേറ്റ് ചെയ്യും. സോ വേവ് പോകുന്നത് ഇങ്ങോട്ടേക്ക്, എന്നാൽ സ്ട്രിംഗിലെ പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്? മേളിലേക്ക് താഴത്തേക്ക്. സോ എന്താണ്? ട്രാൻസ്വേഴ്സീവ് ആണ്. രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ ഇത് രണ്ടോടെ എക്സാമ്പിൾ. അതിന് കൂടുതൽ കാര്യം പറയാം. ചില ട്രാൻസ്വേഴ്സീവിന് മീഡിയം വേണം, ചില ട്രാൻസ്വേഴ്സിന് മീഡിയം വേണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ആ സ്ട്രിംഗിലെ വേവ് എന്ന് പറയുമ്പോൾ സ്ട്രിംഗ് വേണമല്ലോ, അല്ലെ? സ്ട്രിംഗ് ആണ് മീഡിയം. എന്നാൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റിന് മീഡിയം നിർബന്ധമില്ല. കാരണം ലൈറ്റിന് വാക്വത്തിലും ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ട്രാൻസ്വേഴ്സിന് നമുക്ക് മീഡിയം വേണ്ട വേവ്സും ഉണ്ട്, അതുപോലെ മീഡിയം വേണ്ടാത്ത വേവ്സും ഉണ്ട്. ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വേവ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അതാണ് ലോജിറ്റ്യൂഡൽ വേവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലോജിറ്റ്യൂഡൽ വേവ്. നോക്കുക, ഒരു വേവ് ട്രാവൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനാണെന്ന് വെച്ചു. വേവ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വേവ്സിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇങ്ങനെയാണ് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേവ്സ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതായത് ഈ ഡയറക്ഷനാണ് വേവ് പോകുന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യണം, അതിന് പാരലായിട്ട് മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യണം. അതാണ് ലോജിക്കൽ വേവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്. സൗണ്ട് വേവ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ വേവ് ആണ്. ഓക്കെ, അപ്പോ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യും. ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് പാർട്ടിക്കിൾസ് അടുത്ത് വരും, ചില ഭാഗത്ത് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. അതിനെ കംപ്രഷനും റേഡിയോഫ്രാക്ഷനും പറയും. പാർട്ടിക്കിൾസ് ചേർന്നിരിക്കുന്ന ഭാഗത്തിനെ പറയുന്നത് കംപ്രഷൻ എന്ന് പറയും, വിട്ടിരിക്കുകയാണെങ്കിലോ റേഡിയോഫ്രാക്ഷൻ എന്ന് പറയും. സോ കംപ്രഷന്റെ അവിടെ പ്രഷർ കൂടുതലായിരിക്കും, റേഡിയോഫ്രാക്ഷൻ അവിടെയോ പ്രഷർ കുറവായിരിക്കും. സോ നേരത്തെ നമ്മൾ ക്രസ്റ്റും ട്രഫും പറഞ്ഞ പോലെ ഇവിടെ ക്രസ്റ്റും ട്രഫും അല്ല, ഇവിടെ കംപ്രഷനും റേഡിയോഫ്രാക്ഷനും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ കംപ്രഷനും റേഡിയോഫ്രാക്ഷൻ എന്തിന്റെ പ്രോപ്പർട്ടിയാണ്? ലോഞ്ചിറ്റ്യൂഡിന് വേണ്ടിയാണ്. ഇവിടെയോ ക്രസ്റ്റും ട്രഫും ആണ്. ഇവിടെ എങ്ങനെയാ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത്? പാരലൽ ആയിട്ടാണ്. എങ്ങനെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ആ ഡയറക്ഷന് പാരലൽ ആയിട്ട് വേവ് പോകുന്ന അങ്ങോട്ടേക്കാണ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, വേവ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതുപോലെ ഈ ലോജിക്കൽ വേവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ലൈറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞത്. ലൈറ്റിന്റെ കേസ് എങ്ങനെ ഓർക്കാം? സൺഗ്ലാസ്, ചില സൺഗ്ലാസ് ഒക്കെ പോളറൈസ് ഗ്ലാസ് ആണ്. സൺലൈറ്റിനെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പോളറൈസേഴ്സ് എന്ന് പറയുന്നത്. ചില സൺഗ്ലാസസ് എങ്ങനെയാണ് പോളറൈസ് ആണ്, അപ്പോൾ ഓർത്തിരിക്കാൻ പറ്റും. ലൈറ്റ് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ ആണ്. സൺഗ്ലാസ് അറിയാമോ? സൺഗ്ലാസ് എന്താണ്? ചില സൺഗ്ലാസ് പോളറൈസർ ആണ്, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്വേഴ്സ് എന്താണ്? പോളറൈസ് ചെയ്യാൻ പറ്റുന്ന വേവ്സ് ആണ്. എന്നാൽ ലോജിക്കൽ വേവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുപോലെ ഒരു പോലെ പറയാം, ഈ ലോജിക്കൽ വേവ് ആണെങ്കിൽ അതിന് മീഡിയം മസ്റ്റ് ആണ്. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ലോജിക്കൽ വേവ് ട്രാവൽ ചെയ്യാൻ പറ്റൂ. എക്സാമ്പിൾ സൗണ്ട് വേവ്. സൗണ്ട് വേവിൽ എന്ത് വേണം? സൗണ്ട് വേവ് മീഡിയം മസ്റ്റ് ആണ്. ഓക്കെ, എയറിൽ കൂടെ ട്രാവൽ ചെയ്യാം, വാട്ടർ കൂടെ ട്രാവൽ ചെയ്യാം അല്ലെ, പക്ഷേ വാക്യൂമിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് പഠിക്കാം, എഴുതി പഠിക്കാം. ഒരു പോയിന്റ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മീഡിയം വേണ്ട വേവ്സും ഉണ്ട്, മീഡിയം വേണ്ടാത്ത വേവ്സും ഉണ്ട്. ഇവിടെ എന്താണ്? മീഡിയം മസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ആ ഗ്രാഫ് കൂടെ പഠിക്കാം. കംപ്രഷൻ റേഡിയോഫ്രാക്ഷൻ ഇവിടെ വരും, ഇവിടെ ക്രസ്റ്റും ട്രഫും വരും. ഓക്കെ, ഇവിടെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും, ഇവിടെ പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ട് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും. ക്ലിയർ? ക്വസ്റ്റിലേക്ക് പോവാം. ഇൻ ദ ലബോറട്ടറി, Raju uses a tuning fork in resonance column experiment. What type of wave is produced by the tuning fork in this case? But tuning fork ഉണ്ടാക്കുന്ന വേവ് എന്ത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ് tuning fork ഉണ്ടാക്കുന്നത്. tuning fork നമുക്ക് അറിയാലോ. tuning forkന്റെ കേസിൽ എന്താ പറ്റുക? ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യും. സോ ഇത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള പാർട്ടിക്കിൾസ് കംപ്രസ്ഡ് ആവും. തിരിച്ച് ഈ സാധനം ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ റേഡിയോഫ്രാക്ഷൻ ആണ്. സോ എന്താ പറ്റുക? മോളിക്യൂൾസ് കംപ്രസ്ഡ് ആവും, റേഡിയോഫ്രാക്ഷൻ ആവും. എന്ത് വേവാണ്? ലോജിക്കൽ വേവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെൻഷൻ എനി ഫോർ കാറ്റഗറീസ് ഓഫ് ദീസ് വേവ്സ്. അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അല്ലേ എങ്ങനെയാ പാർട്ടിക്കിൾസ് ട്രാവൽ ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ അതേ ഡയറക്ഷൻ ആണ്. കംപ്രഷൻ റേഡിയോഫ്രാക്ഷൻ ആണ്. കംപ്രഷൻ റേഡിയോഫ്രാക്ഷൻ ആണ്. പിന്നെ പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല, മീഡിയം മസ്റ്റ് ആണ് അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, a transverse harmonic wave on a string is described by y equal to ഒരു ഇക്വേഷൻ ഒന്നേക്കാണ്. ഒരു ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ആണ്. where x and y are in centimeters and t in seconds. The positive direction of x is from left to right എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈസ് ഇറ്റ് ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി വേവ്? അപ്പൊ സ്റ്റേഷനറി വേവ് നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കാതില്ല. ഓക്കെ, നമുക്ക് ട്രാവലിംഗ് വേവ് ഉണ്ട്, ഈ പ്രൊപ്പഗേറ്റിംഗ് വേവ് ഉണ്ട്. അപ്പോ ഈ വേവിന്റെ ഇക്വേഷൻ ഒരു ഫോം ഉണ്ട്. ഞാൻ കുറച്ച് ഫോംസ് കാണിച്ചു തരാം, അത് നിർബന്ധമായിട്ട് പഠിക്കണം. അതിന്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ളത്. ഒരു ട്രാവലിംഗ് വേവിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് y is equal to a sin omega t plus or minus kx. മേ ബി പ്ലസ് 5 കൂടെ ഉണ്ടാവും, ഇനീഷ്യൽ ഫേസുകൾ ഉണ്ടാവും, അതവിടെ ഉണ്ട്, ഞാൻ പറയുന്നില്ല അത് മാത്രമേ. ഓക്കെ, പ്ലസ് 5 ഉണ്ടാവും. 5 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇനീഷ്യൽ ഫേസ്. സോ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് പ്ലസ് 5 ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ പ്ലസും മൈനസും വരാം, അതിനെപ്പോഴും പറയാം. അടുത്ത് നോക്കാം, ഞാൻ മാറ്റാൻ പോവാം. ഈ കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലെങ്കിൽ വേവ് നമ്പർ, ആംഗുലർ വേവ് എന്നൊക്കെ പറയും. കെ എന്താ? കെ എന്ന് പറയുന്നത് 2π/λ ആണ്. എന്താണ് കെ എന്ന് പറയുന്നത്? 2π/λ. അതിന്റെ യൂണിറ്റ് റേഡിയൻ പെർ മീറ്റർ ആണ്. റേഡിയൻ പെർ മീറ്റർ ആണ്. സോ കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, വേവ് നമ്പർ എന്നൊക്കെ പറയും. ഒമേഗ നമുക്കറിയാം, ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. 2π/time ആണ്, അത് നമുക്കറിയാം. സോ ഇതാണ് ഫസ്റ്റ് ഫോം.
ഫസ്റ്റ് ഇക്വേഷൻ. അതേ ഇക്വേഷൻ വേറെ ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. y is equal to a sin, ഞാൻ ഒമേഗനെ മാറ്റി 2π ബൈ എന്താണ് 2π ബൈ t ഇൻറ്റു സ്മോൾ t പ്ലസ് ഓർ മൈനസ് കെ മാറ്റിയാണ് 2π ബൈ ലാംഡ ഇൻറ്റു എക്സ്. ഓക്കെ, കുഴപ്പമുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? 2π എനിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. 2π പുറത്തേക്ക് എടുക്കാം. സോ y is equal to a sin 2π പുറത്തേക്ക് വന്നു. ഞാൻ അവിടെ സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി പ്ലസ് ഓർ മൈനസ് എക്സ് ബൈ ലാംഡ. എക്സ് ബൈ ലാംഡ ഇതാണ് സെക്കൻഡ് ഫോം ഓഫ് ഇക്വേഷൻ. സെക്കൻഡ് ഫോം ഓഫ് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. സോ ഇനി നമുക്ക് മാറ്റാം. ഇനി എങ്ങനെ മാറ്റാം? വൺ ബൈ ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. 1/t എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പൊ ഞാൻ ആ ടി മേളിൽ കൊണ്ടുപോയി, അപ്പൊ അത് ടി എഫ് നാവും, അവിടെ ഫ്രീക്വൻസി വന്നു. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കാം. ലാംഡ വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ലാംഡ വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും താഴെ മൾട്ടിപ്ലൈ, ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ ലാംഡ ബൈ ടി എന്ന് വരും. ലാംഡ ബൈ ടി എന്ന് വരും. ലാംഡ വെച്ച് മുകളിൽ മൾട്ടിപ്ലൈ താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ലാംഡ ബൈ ടി എന്ന് വരും. ഈ ലാംഡ ബൈ ടി എന്താ? ലാംഡ ബൈ ടി എന്ന് പറയുന്നത് എന്താ? 1/t എഫ് ആണ്. അപ്പൊ ലാംഡ ഇൻറ്റു എഫ് എന്ന് വരും, അല്ലെങ്കിൽ എഫ് ലാംഡ എന്ന് വരും. എഫ് ലാംഡ എന്ന് വരും അല്ലെ. 1/t എന്താണ്? എഫ് ആണ്. അപ്പൊ എഫ് ഇൻറ്റു ലാംഡ എന്ന് വരും, എഫ് ലാംഡ. ആരെ എഫ് ഇൻറ്റു ലാംഡ? അത് വെലോസിറ്റി ആണ്. അറിയാം, v is equal to ന്യൂ ലാംഡ എന്ന് പഠിക്കാം, അല്ലെങ്കിൽ എഫ് ലാംഡ എന്ന് പഠിക്കാം. എഫ് മീൻസ് ഫ്രീക്വൻസി, ലാംഡ മീൻസ് വേവ് ലെങ്ത്. ലാംഡ മീൻസ് വേവ് ലെങ്ത്. ഓക്കെ, എന്താ വേവ് എന്ന് വെച്ചാൽ ഒരു വേവ്, ഒരു ട്രാൻസ്വേഴ്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റ് തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത്, അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫ് തമ്മിലുള്ള ദൂരമാണ് ആര് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ലോഞ്ചിറ്റുഡ് വേവ് ആണെങ്കിലോ രണ്ട് അടുത്തടുത്തുള്ള കംപ്രഷൻ തമ്മിൽ, അല്ലെങ്കിൽ റെയർഫാക്ഷൻ തമ്മിൽ. ഓക്കെ അല്ലേ? സോ ലാംഡ എന്താണ്? ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ആണ്. ഓക്കെ, ക്രസ്റ്റ് ടു ക്രസ്റ്റ് ഓർ ട്രഫ് ടു ട്രഫ്, അടുത്തടുത്തുള്ള അറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A transverse harmonic wave on a string is described by y equal to ഒരു ഇക്വേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ? Is it a traveling or stationary wave? അപ്പോ ഈ വേവിന്റെ ഇക്വേഷൻ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വേവ് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ എന്ന് പറയണം. സ്റ്റേഷനറി വേവ് നമ്മുടെ ഫോക്കസ് ചെയ്തിരിക്കത്തില്ല, നമുക്ക് ആ ട്രാവലിംഗ് വേവ് മാത്രമേ ഉള്ളൂ. സോ എന്താ ട്രാവലിംഗ് വേവ് എന്ന് പറയുന്നത്? ട്രാവലിംഗ് വേവ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവ്. ഓക്കെ, അത്ര ഓർത്താൽ. അപ്പോ ഈ ഒരു ഇക്വേഷൻ കണ്ട് ഇത് ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ എന്ന് പറയണം. അപ്പൊ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം? ഈ ട്രാവലിംഗ് വേവിന്റെ ബേസിക് ഇക്വേഷൻ എല്ലാം പറയാം. ഓക്കെ, നോക്കല്ലേ. ഒരു ട്രാവലിംഗ് വേവിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ ആണ് y is equal to a sin ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് kx. ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, ഒരുമിച്ചല്ല, പ്ലസ് ഓർ മൈനസ് kx. ഇവിടെ മൈനസ് ആണെങ്കിൽ വേവ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും, പ്ലസ് ആണെങ്കിൽ വേവ് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ശ്രദ്ധിക്കുക, തിരിച്ചാണ്. ഒമേഗ ടി പ്ലസ് kx ആണെങ്കിൽ ആ വേവ് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഒമേഗ ടി മൈനസ് kx ആണെങ്കിൽ ആ വേവ് ട്രാവൽ ചെയ്യുന്നത് പ്ലസ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോ ചേർത്ത് പറഞ്ഞാണ് പ്ലസ് ഓർ മൈനസ് kx. ചിലപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഫൈവ് കൂടെ കാണും. ഫൈവ് ആരാണ്? ഇനീഷ്യൽ ഫേസ് ആണ്, മുമ്പ് പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. y ഡിസ്പ്ലേസ്മെന്റ്, a ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി, k എന്ന് വെച്ചാൽ വേവ് നമ്പർ ഒരു ആംഗുലർ വേവ് നമ്പർ, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. k ഈക്വൽ ടു 2π ബൈ ലാംഡയാണ്. k ഈക്വൽ ടു 2π ബൈ ലാംഡയാണ്. അതാണ് k, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓർ വേവ് നമ്പർ. ഒമേഗ നമുക്കറിയാം, അത് 2π ബൈ t ആണ്. 2π ബൈ t ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഒരു ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗേറ്റിംഗ് വേവിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. കണ്ടാൽ മനസ്സിലാക്കാം. സൈൻ്റെ അകത്ത് ഉള്ളത് ഫേസ് എന്ന് പറയും. ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് kx ആണ് ഫേസ് എന്ന് പറയുന്നത്. ആ ഫേസിനകത്ത് രണ്ട് ടേം ഉണ്ടാവും. ഒന്ന് എക്സിന്റെ ടേം ആയിരിക്കും, ഒന്ന് ടി ടേം ആയിരിക്കും. അപ്പൊ ഫേസിനകത്ത് രണ്ട് ടേം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണ്? അത് ഈ പറയുന്ന പോലെ ഒരു ട്രാവലിംഗ് വേവ് ആയിരിക്കും. ഓർത്താൽ മതി. എക്സിന്റെ ടേം കാണും, ടി ടേം കാണും. എവിടെ? ഫേസിനകത്ത്. എന്താണ് ഫേസ്? സൈൻ്റെ അകത്ത് വരുന്നതാണ് ഫേസ് അല്ലെ. സൈൻ്റെ അകത്ത് ഒരു ആംഗിൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് പോലത്തെ ഒരു ആംഗിൾ ആണ്, ആംഗിളിനെ പറയുന്നതാണ് ഫേസ്. ആ ഫേസിനകത്ത് രണ്ട് ടൈം ഉണ്ടാവും. ഒന്ന് ടിയുടെ ടൈം ആയിരിക്കും, ഒന്ന് എക്സിന്റെ ടൈം ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ?
ഓക്കെ, ഇവിടെ പറയാം. ചിലപ്പോ ഒരു വേവിന്റെ ഇക്വേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ കൂടെ വേറൊരു സൈനും ഒരു ഫേസും അതിന്റെ അകത്ത് ഇതുപോലെ ടിയും എക്സും ഉണ്ടാവും. അത് ചിലപ്പോ എന്തായിരിക്കില്ല, അത് ചിലപ്പോ ട്രാവലിംഗ് വേവ് ആയിരിക്കില്ല. ടോട്ടൽ നോക്കുമ്പോൾ ആ ഒരു ഫേസേ ഉള്ളൂ. അതിനകത്ത് ടിയും എക്സും ടൈം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഉറപ്പിക്കാം അത് ട്രാവലിംഗ് വേവ് ആണ്. ഓക്കെ, അപ്പോ ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ പറയാം. ഇനി ഓരോന്നായിട്ട് ഞാൻ മാറ്റിയാണ്. വേണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന പോലെ ഒമേഗ കെനെ മാത്രം മാറ്റാം. 2π/λ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. എന്ത് കിട്ടും? a sin omega t plus or minus kക്ക് പകരം 2π/λ x സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. അങ്ങനെ എഴുതുന്നില്ല, നിങ്ങൾ ഓർത്ത് വയ്ക്കും. അങ്ങനെ കിട്ടാം. അടുത്ത് തന്നെ ഒമേഗനെ കെനെ മാറ്റിയാണ്. സോ y is equal to a sin ഒമേഗയ്ക്ക് പകരം 2π/t സ്മോൾ t പ്ലസ് ഓർ മൈനസ് കെക്ക് പകരം 2π/λ dx. ഓക്കെ, ആരെ പുറത്തേക്ക് എടുക്കാം? 2π നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ y is equal to a sin 2π പുറത്തു വരുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? സ്മോൾ t ബൈ ക്യാപിറ്റൽ T പ്ലസ് ഓർ മൈനസ് x/λ. ഓക്കെ, അപ്പോ അടുത്ത ഫോർമുലേഷൻ ആയി ഇത് ബൈ ഹാർട്ട് ചെയ്യണം. എല്ലാ ബോക്സിലെ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം. സോ y is equal to a sin 2π t/t പ്ലസ് ഓർ മൈനസ് x/λ. വേണമെങ്കിൽ 2π ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, കാരണം സൈൻ കഴിഞ്ഞാൽ മൊത്തം പിന്നെ എന്താണ്? ആംഗിൾ ആണ്. 2π അടക്കം ആംഗിൾ ആണ്. ബ്രാക്കറ്റ് മാത്രമല്ല, ഈ 2π കൂടെ ചേരുമ്പോൾ ആംഗിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോ a sin 2π into t/t പ്ലസ് ഓർ മൈനസ് x/λ. t അറിയാലോ, ടൈം. എന്താണ് ക്യാപിറ്റൽ T? ടൈം പീരീഡ്. x ഡിസ്റ്റൻസ്. y എന്താണ്? വേവ് ലെങ്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, എന്താണ് വേവ് എന്ന് വെച്ചാൽ? വേവ് എന്ന് വെച്ചാൽ നമുക്കറിയാം ട്രാൻസ്വേഴ്സീവ് അല്ലെ? ട്രാൻസ്വേഴ്സീവ് ആണ്. അപ്പൊ രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം, രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫ് തമ്മിലുള്ള ദൂരമാണ് എന്ത്? വേവ് ലെങ്ത് λ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മള് ലോജിക്കൽ വേവ് ആണെങ്കിൽ പറയാം രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ രണ്ട് റെയറിഫാക്ഷൻ തമ്മിലുള്ള ദൂരം. സോ രണ്ട് അടുത്തടുത്തുള്ള കംപ്രഷൻ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള റെയറിഫാക്ഷൻ തമ്മിലുള്ള ദൂരമാണ് λ അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് മീറ്റർ ആയിരിക്കും. അപ്പോ സെക്കൻഡ് ഇക്വേഷൻ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം നോക്കാം. ഞാൻ ഇവിടെ ആ t/t എന്നുള്ള ടീമിനെ ഞാൻ എന്ത് ചെയ്യാണ്? മുകളിലും താഴെയും λ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 1/t എന്ന് വെച്ചാൽ അത് ഫ്രീക്വൻസിയാണ്. 1 ടൈമിൽ എന്താണ്? ഫ്രീക്വൻസിയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ 1/t കണ്ടില്ലേ? ആ 1/t നമുക്ക് എന്ത് കൊടുക്കാം? f എന്ന് കൊടുക്കാം. സോ എന്ത് വരും? t 1/t വേണ്ട, പകരം f മതി, ഇൻറ്റു λ. അപ്പൊ നമ്മള് λ വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. നോ ഡിഫറൻസ്. 1/t ആരാണ്? f ആണ്. അപ്പൊ t f λ ബൈ λ. അത് f λ എന്ന് വെച്ചാൽ f ഇൻറ്റു λ, ഫ്രീക്വൻസി ഇൻറ്റു ആരാണ്? വേവ് ലെങ്ത് ആണ്. അതാരാ? വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് വേവ് ആണ്. സോ v എന്ന് പറയുന്നത് f λ ആണ്. അടുത്ത ഇക്വേഷൻ എല്ലാം ബൈ ഹാർട്ടിന്റെ ഇക്വേഷൻ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. ഓക്കെ, മാറ്റാലോ. അപ്പോ എന്താ വരിക? t ഇൻറ്റു മാറ്റുമ്പോ v വരും ബൈ λ എന്ന് വരും. t v ബൈ λ എന്ന് വരും. t v ബൈ λ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് t/t എടുത്ത് ആ t/t യുടെ കൂടെ എന്ത് ചെയ്തു? ആദ്യം മുകളിലും താഴെ λ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. നോ ഡിഫറൻസ്. 1/t മാറ്റി f ആക്കി. അപ്പൊ tf λ ബൈ λ. f ഇൻറ്റു λ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ tv ബൈ λ എന്ന്. ഓക്കെ, ഞാൻ പല മാറ്റി എഴുതാൻ നോക്കിക്കോ. y is equal to a sin 2π ഈ ഹോൾ t/t നമ്മൾ മാറ്റി എഴുതി കാണുന്ന tv ബൈ λ അല്ലെ? അല്ലെങ്കിൽ vt ബൈ λ. Then plus or minus x/λ. Okay, clear? അപ്പൊ നോക്കി, ഇപ്പൊ ലാംഡ കോമൺ ആണ്. ലാംഡ പുറത്തേക്ക് എടുക്കാം. സോ y is equal to a sin 2π ബൈ λ. ആരാ ബാക്കിയുള്ള? vt പ്ലസ് ഓർ മൈനസ് x. അതും വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇനി വേണമെങ്കിൽ ആ 2π ബൈ λ നമുക്ക് എന്ത് കൊടുക്കാം? k എന്ന് കൊടുക്കാം അല്ലെ? എന്താ 2π ബൈ λ? k ആണ്. സോ y is equal to a sin k പ്ലസ് vt പ്ലസ് ഓർ മൈനസ് x എന്ന് പറയും. സോ അത് വേണമെങ്കിൽ ഇക്വേഷൻ എടുക്കണം. അപ്പോ ഇതെല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എങ്ങനെ ബൈ ഹാർട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ബ്രാക്കറ്റിനകത്ത് t ടൈം ഉണ്ട്, x ടൈം ഉണ്ട്. എല്ലാത്തിലും ഉണ്ടാവും. നോക്കി, t ടൈം ഉണ്ട്, x ടൈം ഉണ്ട് അല്ലെ? t ടൈം ഉണ്ട്, x ടൈം ഉണ്ട്. t ടൈം ഉണ്ട്, x ടൈം ഉണ്ട്. t ടൈം ഉണ്ട്, x ടൈം ഉണ്ട്. ഓക്കെ,
അപ്പൊ എല്ലാ ഫേസിനകത്ത് എപ്പോഴും രണ്ട് ടൈം ഉണ്ടാവും മിനിമം. ഒന്ന് ടി ഡി ആയിരിക്കും, ഒന്ന് എക്സിന്റെ ആയിരിക്കും. എപ്പോഴും അപ്പോഴേ എന്താവുള്ളത്? ട്രാവലിംഗ് വേവ് ആവും. നോക്കാം എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, ഇവിടെ സൈൻ കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ഫേസ് ആംഗിൾ മൊത്തം സ്റ്റാർട്ട് ചെയ്യാം. എക്സിന്റെ കൂടെ കെ ഉണ്ടാവും, ടിയുടെ കൂടെ ഒമേഗ ഉണ്ടാവും. അപ്പൊ സൈൻ ഇന്ന് മാത്രമേ ഉള്ളൂ, പുറത്ത് ആരും ഇല്ല. അങ്ങനെ പുറത്ത് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് ആയിരിക്കും. ടിയുടെ കോഷ്യന്റ് ഒമേഗ ആയിരിക്കും, എക്സിന്റെ കോഷ്യന്റ് കെ ആയിരിക്കും. കിട്ടിയേ? സൈനിന്റെ കൂടെ ആരും പുറത്തുണ്ടോ? ഇല്ല. അടുത്തത് സൈനിന്റെ കൂടെ 2π മാത്രം പുറത്തുണ്ടെങ്കിൽ, സൈനിന്റെ കൂടെ 2π മാത്രം പുറത്തുണ്ടെങ്കിൽ ആരാ? ടിയുടെ കൂടെ ഉള്ളത് 1/t ആയിരിക്കും. ടിയുടെ കൂടെ 1/t ആയിരിക്കും. എക്സിന്റെ കൂടെ ഉള്ളത് ആരാ? 1/λ ആയിരിക്കും. 1/λ ആയിരിക്കും. അടുത്ത സൈനിന്റെ കൂടെ പുറത്ത് 2π/λ കാണുന്നുണ്ടെങ്കിൽ, 2π/λ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ടിയുടെ കൂടെ ആരാ? അപ്പൊ വെലോസിറ്റി ആയിരിക്കും. എക്സിന്റെ കൂടെ ആരും ഉണ്ടാവില്ല, ഒരു എക്സ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ. അടുത്തത് സൈനിന്റെ കൂടെ കെ ആണ് പുറത്തെങ്കിൽ എക്സ് ബി സെയിം തന്നെ, ടിയുടെ കൂടെ വി ആയിരിക്കും, എക്സ് ഒറ്റയ്ക്കും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പഠിക്കണം. അപ്പൊ നമ്മള് പ്രോബ്ലത്തിനകത്ത് ഒരു ഇക്വേഷൻ തരും. ആ ഇക്വേഷൻ ഇതിൽ ഏത് ഫോമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ, അത് മൂന്ന് മതി. ഒന്നാമത്തെയോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ, അത് മൂന്നിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചാറാണെന്ന് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് മനസ്സിലായാലും നമുക്ക് പറ്റും. സോ ഈ മൂന്ന് ഇക്വേഷൻ ചെയ്യണം, നിർബന്ധമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. എങ്ങനെ ബൈഹാർട്ട് ചെയ്യുക? ആരും പുറത്തില്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് എക്സ്, 2π മാത്രം പുറത്തുണ്ടെങ്കിൽ t/t പ്ലസ് ഓർ മൈനസ് എക്സ് ബൈ ലാംഡ, 2π/λ ഉണ്ടെങ്കിൽ vt പ്ലസ് ഓർ മൈനസ് എക്സ്. ഓക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ പ്ലസ് ആണെങ്കിൽ വേവ് ട്രാവൽ ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ, ഇവിടെ മൈനസ് ആണെങ്കിൽ വേവ് ട്രാവൽ ചെയ്യുന്നത് പ്ലസ് എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പരസ്പരം മാറി മാറിയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് y is equal to a sin omega t plus or minus kx എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാൻ. ഓക്കെ. അപ്പൊ എല്ലാത്തിന്റെ കൂടെ എല്ലാ ഫേസിനകത്ത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ആംഗിൾ ഉണ്ടാവും, പ്ലസ് π/4 പ്ലസ് π/6 ഉണ്ടാവും. അതാരാണ്? ഇനീഷ്യൽ ഫേസ് ആണ്. ഇനീഷ്യൽ ഫേസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. എല്ലാത്തിന്റെ കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു +5 ആഡ് ചെയ്യാം, ഒരു +5 ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ എന്ത് ചെയ്യാം? ഒരു ആ ബ്രാക്കറ്റിനകത്ത് ഫേസിനകത്ത് ഒരു +5 ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് എഴുതിയിട്ടില്ല, മാത്രമേ ഉള്ളൂ. അപ്പൊ മിനിമം രണ്ട് ടൈം, ഒന്ന് എക്സിന്റെ ഒന്ന് ടിയുടെ ടൈം. ക്ലിയർ അല്ലേ? പ്രോബ്ലം നോക്കേ. y is equal to 3 sin 36t plus 0.018x plus π/4. ഫേസിനകത്ത് ടി ടൈം ഉണ്ട്, എക്സ് ടൈം ഉണ്ട്, ട്രാവലിംഗ് വേവ് ആണ്. ഇനി ഏത് ഫോമാണ്? സൈനിന്റെ കൂടെ പുറത്ത് 2πയോ 2π/λയോ ഇല്ല. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? ഏത് ഇക്വേഷനാണ്? y is equal to a sin omega t. പിന്നെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അല്ലെ, ടി ഡേയ്സിന്റെ ടൈമിന്റെ ഇടയ്ക്ക് പ്ലസ് ആണ്, പ്ലസ് എക്സ് അല്ലെ, പ്ലസ് കെ എക്സ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആരും കൂടെ ഉണ്ട്, കൂടെ ഈ പറയുന്ന പ്ലസ് π/4 ഉണ്ട് അല്ലെ, എക്സ്ട്രാ ടൈം ഉണ്ട്, അതായത് ഇനീഷ്യൽ ഫേസ് ഉണ്ട്. സോ അതും കൂടെ എഴുതാം, +5 കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താ ഫോം? എങ്ങനെ മനസ്സിലായി? സൈനിന്റെ കൂടെ പുറത്ത് ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ a sin omega t plus kx plus 5. Got it? ഇനി കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. y is equal to 3 sin 36t plus 0.018x plus π/4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കമ്പയർ ചെയ്യാം. a sin അല്ലെ. അപ്പൊ എന്ത് കിട്ടി? a3 ആണ് കിട്ടി. ശ്രദ്ധിക്കണം, എന്തൊക്കെയാ? where x and y are in centimeters and t is in second, the positive direction of x is from left to right. അപ്പോ x y ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ 3 എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താ യൂണിറ്റ് വരിക? സെന്റിമീറ്ററിലായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a എന്തെന്ന് കിട്ടി? a3 ആണ് കിട്ടി. സോ ആംപ്ലിറ്റ്യൂഡ് കിട്ടി, കമ്പയർ ചെയ്തപ്പോൾ 3 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഫോമാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാം? സൈനിന്റെ കൂടെ പുറത്താരാൻ നോക്കാം. പുറത്ത് ആരും ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ പ്ലസ് എടുക്കും, പ്ലസ് കെ എക്സ്. പിന്നെ എക്സ്ട്രാ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് +5. ഓക്കെ. അപ്പൊ a3 ആണെന്ന് കിട്ടി. ടിയുടെ കൂടെ ആരാ നോക്കി? ടിയുടെ കൂടെ ഒമേഗ. അപ്പൊ ഒമേഗ എത്രയാ? 36. ഒമേഗ എത്രയാ? 36 കിട്ടി. അടുത്തത് എക്സിന്റെ കൂടെ ആരാ? കെ. ഇവിടെ ആരാ എക്സിന്റെ കൂടെ? 0.018. അപ്പൊ കെയും കിട്ടി. k is equal to 0.018. അതും കിട്ടി. ഓക്കെ. ക്ലിയർ അല്ലേ? then 5
ഒറ്റയ്ക്ക് നിൽക്കുന്നത് അല്ലെ. 5 ആരാ ഇവിടെ 5/4. അപ്പൊ 5 കിട്ടി. 5 എന്താണ് 5/4 ആണ്. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാൻ എടുത്തെഴുതുക. ഓക്കെ, A3 ഒമേഗ 36 K 0.018 പിന്നെ 5 ഒറ്റയ്ക്ക് നിൽക്കുന്നത് 5/4. ശരിയല്ലേ? ഈസിലി ട്രാവലിംഗ് ഫോർ സ്റ്റേഷനറി ട്രാവലിംഗ് വേവ് ആണ്. 2 ടൈംസ് ഉണ്ട് 5 ഫേസിനകത്ത്. ഒന്ന് ടിയുടെയും ഒന്ന് എക്സിന്റെയും ട്രാവലിംഗ് വേവ് ആണ്. വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? ആംപ്ലിറ്റ്യൂഡ് കിട്ടി 3 സെന്റിമീറ്റർ. എങ്ങനെ കമ്പയർ ചെയ്തു? എക്ക് വരം 3 ആണ്. ഫ്രീക്വൻസി കാണാം അല്ലെ. ഫ്രീക്വൻസി കാണാം. എങ്ങനെ ഫ്രീക്വൻസി കാണാം? നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/ω ആണ്. അപ്പൊ ഫ്രീക്വൻസി എന്താ? 1/t അല്ലേ. അപ്പൊ എന്ത് വരും? ω/2π വരും. ω/2π വരും. അപ്പൊ നമുക്ക് എഫ് കാണാൻ വേണ്ടി ഇക്വേഷൻ അറിയാം. ω/2π. ഒമേഗ നമുക്കറിയാം 36. അപ്പൊ 36/2π ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. ഹെർട്സ് കിട്ടിക്കോളും. ഓക്കെ, 36/2π നിങ്ങൾ ചെയ്യാം, ഫ്രീക്വൻസി കിട്ടിക്കോളും. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ഇനീഷ്യൽ ഫേസ് അറ്റ് ദി ഒറിജിൻ? എന്താണ് ഇനീഷ്യൽ ഫേസ്? ആ 2 ടേം കൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇനീഷ്യൽ ഫേസ്. ഒരാളുണ്ടല്ലോ, ആരാ? 5/4 ഉണ്ട്. അപ്പൊ 5/4 ആണ് ഇനീഷ്യൽ ഫേസ്. 5/4 ആണ് ഇനീഷ്യൽ ഫേസ് പറയുന്നത്. ഇനി ആരും ഇല്ലെങ്കിലോ എത്ര ഇനീഷ്യൽ ഫേസ്? 0. ഇവിടെ ω/t kx മാത്രമേ ഉള്ളെങ്കിൽ 5 0 ആണ്. മീനിങ് എന്താ? ഇനീഷ്യൽ ഫേസ് 0 ആണ്. ഇവിടെ അങ്ങനെയല്ല, പ്ലസ് ഒരു 5/4 ഉണ്ട്. സോ എന്താണ് ഇനീഷ്യൽ ഫേസ് വരുന്നത്? 5/4 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. If it is a traveling wave, what are the speed and directions of its propagation? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? സ്പീഡും കാണണം, ഡയറക്ഷനും കാണണം. വെലോസിറ്റിയും കാണണം, ഡയറക്ഷനും കാണണം. ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. നോക്കി, ω/t പ്ലസ് kx ഫോമിലാണ്. പ്ലസ് ഒന്ന് എന്താ? നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ. അപ്പൊ വേവ് എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? നെഗറ്റീവ് x ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സ്പീഡ് കാണും. നോക്കാം നമുക്ക്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. അല്ലെങ്കിൽ 1/t എന്താ? ഫ്രീക്വൻസി ആണ്. അപ്പൊ ഈ 1/t നമുക്ക് എന്ത് ചെയ്യാം? എഫ് എന്ന് മാറ്റാം. സോ ഒമേഗ = 2πf ആണ്. കുഴപ്പമില്ലല്ലോ. ഞാൻ ഒരു ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല അല്ലെ. എന്താണ് 2π/λ? എന്താ 2π/λ? k. എന്താണ് f ലാംഡ? v. എന്താ 2π/λ? k പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. എന്താണ് f ലാംഡ? v വെലോസിറ്റി. അപ്പൊ എന്ത് കിട്ടി? ഒമേഗ = k v എന്ന്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ത് കിട്ടും? വെലോസിറ്റി = ω/k എന്ന്. വെലോസിറ്റി = ω/k എന്ന് കിട്ടും. ഒമേഗ നമുക്കറിയാം 36. k നമുക്കറിയാം 0.018. സോളിയം എന്ത് കിട്ടിപ്പോയി? ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ് എന്റെ ആൻസർ എന്ന് പറയുന്നത്.